ആൻ്റണിയോടും പറഞ്ഞു, ചേട്ടനോടും പറഞ്ഞു. ഇവർ രണ്ടുപേരും നേരത്തെ കേട്ടിട്ട് എന്നും അട്രാക്ട് ചെയ്തിരിക്കുന്ന കഥയുണ്ട്. സമയം പോലെ എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കേട്ടാൽ മതി. ലൊക്കേഷനിലൊന്നും വന്ന് നമ്മൾ പറയുന്നില്ല. ചേട്ടൻ എപ്പോഴെങ്കിലും 2 ദിവസം ഫ്രീ ഉള്ള ദിവസം പറയാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ആൻ്റണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് ലാൽ സാർ ഫ്രീ ഉണ്ട്, അപ്പം ഞാനിവിടെ സ്ഥലത്തില്ല, ഒന്ന് പോയി ഒന്ന് പറഞ്ഞേക്കാം, അതിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ ഈ ലാൽ സാറിനെ കാണുമ്പം എന്നെക്കൊണ്ട് കഥ പറയാൻ പറ്റില്ല, ഞാൻ വല്ലാത്ത അവസ്ഥയിലായി പോകും, അതുകൊണ്ട് ചേട്ടൻ പറയുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ അന്ന് പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തരുൺ ഭയക്കണ്ട, അങ്ങനെ ഒരാളല്ല ലാലേട്ടൻ. ലാലേട്ടൻ ആദ്യം വരുന്ന ആളെ തന്നെ കുറച്ച് കംഫർട്ടബിളാക്കി തമാശയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പുള്ളി ഇത് കേൾക്കുള്ളൂ, അല്ല ഒരാളെ പറയുമ്പോൾ ഇരിക്കൂ കഥ പറയൂ എന്ന് പറയുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ തരം പേടി വേണ്ട. എങ്ങോട്ടും എന്നെ വിളിച്ചു പറഞ്ഞു, എന്നാലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്, അപ്പോൾ കാണുമ്പം പേടിക്കുന്നതുകൊണ്ടല്ലേ, ഈ അല്ലാതെ പറയാൻ ഒരു ബുദ്ധിമുട്ടില്ലോ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് അതങ്ങ് റെക്കോർഡ് ചെയ്താൽ മതി. സത്യസന്ധമായിട്ട് അറിയാം, റെക്കോർഡ് ചെയ്തു. ഇത് മുഴുവൻ എല്ലാം ടോട്ടൽ വായിച്ച് റെക്കോർഡ് ചെയ്തു. ഒരു സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂട്ട് ട്രിം ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലത്ത് മറ്റേ മ്യൂസിക്, ചില എഫക്ട്സ് ഒക്കെ ഇട്ട് ഒരു 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 ശബ്ദരേഖ കേൾക്കുന്ന മാതിരി പുള്ളി റെഡിയാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ആൻ്റണിയും വന്നു ഒരു ദിവസം നമ്മുടെ അവിടെ ഇവിടെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണ്. അപ്പം ആൻ്റണി വന്നു, എല്ലാവരും വന്നു. ഞാൻ നോക്കുമ്പോൾ തരണമെന്ന് വെച്ചാൽ ഒരു വലിയ ബാഗ് നിറച്ച് സാധനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നറിയാമോ, ലാപ്ടോപ്പ്, മറ്റേ സ്പീക്കർ, ഇതെല്ലാം കേൾപ്പിക്കണമല്ലോ. അപ്പോൾ വന്നപ്പോൾ ചേട്ടൻ ശ്രദ്ധിക്കുന്നില്ല. ചേട്ടൻ കഥ പറയാൻ വന്ന ഒരാളെ പോലെ നമ്മളുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞ് അന്ന് നമ്മൾക്ക് കഥ കേൾക്കാം എന്ന് പറയുമ്പോൾ ഉടനെ 2 സ്പീക്കർ എടുത്ത് വെച്ചു, ലാപ്ടോപ്പ് എടുത്ത് വെച്ചു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഇതെന്താ? ഇല്ല സാർ, എനിക്ക് സാറിൻ്റെ മുഖത്ത് നോക്കി കഥ പറയാനുള്ള ധൈര്യമില്ല, ഇന്ന് സൂപ്പർ ഹിറ്റ് ചെയ്തൊരു സംവിധാനം കുറിച്ച് പറയാം. കാരണം അയാളുടെ ഭാഗ്യമാണ്, കാരണം അയാൾ ഉള്ള കാര്യം പറയുന്ന ഒരാളാണ്. പറഞ്ഞു, എനിക്കിത് ചിലപ്പോൾ ഞാൻ പതറിപ്പോവും, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മൊത്തം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് കേൾപ്പിക്കുന്നത്. കേട്ടപ്പം ചേട്ടന് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പോകുന്നത് ഇങ്ങനെ ഒരു സിനിമ കാണുന്നവരാണ്, പോകുന്ന എങ്ങനെ പോകുമ്പോൾ അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും സംശയം വന്നാൽ പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി പറയാൻ ധൈര്യമായോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ധൈര്യമായി അത് പറഞ്ഞു എന്ന് പറഞ്ഞു. രണ്ടും കേട്ടു, എല്ലാം കേട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് മാറ്റി നിർത്തി പറയാണ്, എന്നോട് പറയാണ്, ഇത് ഫുൾ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്, ഒരു കാര്യം ഇനി അത് കറക്റ്റ് ചെയ്യാനില്ലല്ലോ, ചെറിയ 1-2 മിനിറ്റ് പണികളല്ലേ ഉള്ളൂ. ഞാൻ അടുത്ത മാസം ഫ്രീ ആണ്. ഇത് മാർച്ചിലാണ് പറയുന്നത്. ഏപ്രിൽ മുതൽ ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ തരുണോടും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. ഞാൻ അപ്പം തന്നെ പിന്നെന്താന്ന് പറഞ്ഞു. കാര്യം ശരിക്കും ഒരിക്കലും അതിനകത്ത് വലിയൊരു റിസ്ക് ഉണ്ട്. ലൊക്കേഷൻ കണ്ടിട്ടില്ല, കാസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്യാതെ ഒരു മാസത്തിനകം തുടങ്ങാമെന്ന് പറയാം. പക്ഷേ എനിക്ക് ഈ 2020 പോലുള്ള സിനിമകൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് നടക്കും, അല്ലെങ്കിൽ അങ്ങനെ നടത്താം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ഞാനത് അപ്പം തന്നെ പറഞ്ഞു. ഞാനത് അപ്പം പറഞ്ഞില്ല, തരുണെടുത്ത് കൈയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി സന്തോഷമായിട്ട് പോകുമ്പോൾ ഞാൻ തരുണെടുത്ത് പറഞ്ഞു, അതെ ഈ ഏപ്രിൽ ഒരു പകുതിയാകുമ്പോൾ തുടങ്ങണം. എൻ്റെ ചേട്ടാ ഇതെങ്ങനെ തുടങ്ങും? ഞാൻ പറഞ്ഞു, തുടങ്ങാം, നമുക്കെല്ലാം ശരിയാക്കാം, അതൊക്കെ നമ്മൾ ശരിയാക്കാം, 4 വഴിക്ക് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഷാജി വരുന്നു, ഡിക്സൺ വരുന്നു, ഗോകുല് വരുന്നു, ഇങ്ങനെ ഒരു മിടുക്കന്മാരായ ബിനു പപ്പ പോലെ ചെറുപ്പക്കാർ തരേണ്ട അസിസ്റ്റൻസും കൂടെ 4 വഴിക്കും ഓടുകയാണ്. ലൊക്കേഷൻ നോട്ടം, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഒരേ സമയത്ത് കാസ്റ്റിംഗ്. ഈ കാസ്റ്റിങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടെ പറയുന്നതാണ് ശോഭന, പ്രകാശ് വർമ്മ എന്നൊക്കെ പറയുന്നത്. ഈ കാസ്റ്റിംഗ് എല്ലാം 1 മാസത്തിനാണ് ചെയ്തത്. ഇങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഇതിൽ ഒരാളെ പോലും അങ്ങനെ അല്ലായിരുന്നു വേണ്ടതെന്ന് ആരും പറയുന്നില്ല. അത്ര കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക്കാണ്. അത് ഏറ്റെടുത്ത് ചെയ്തത് ഭയങ്കരമായിട്ട്, അത് തരുണിനെയും അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യന്മാരെയും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ശോഭനയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു?
ശോഭനയ്ക്ക് മുമ്പ് പലരെയും നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്ഥിരം കോമ്പിനേഷൻ വേണ്ട, പിന്നെ ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയാവണം, അത് ഒട്ടുമുക്കാലും പേരാകില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളത് ആദ്യം തന്നെ പല കാസ്റ്റിംഗ്, ഇപ്പോൾ ജ്യോതിക പോലുള്ള ഒരുപാട് ആളുകളെ നോക്കിയിരുന്നതാണ്. അപ്പോഴൊന്നും ആ സമയത്തൊന്നും ശോഭനയിലേക്ക് നമ്മൾ എത്തിയില്ല. പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റുള്ള തിരക്കുമ്പോൾ പോലും ശോഭന എന്ന് തരുൺ പറയുന്നുണ്ട്, സുനിൽ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ശോഭന എന്ന് പറഞ്ഞാൽ ഒരു പടം ചെയ്യാൻ വേണ്ടി വരുന്ന ആവശ്യം കൊണ്ട് പോലും മദ്രാസിൽ വർക്ക് ചെയ്യുകയും അവിടെ മാത്രമായിട്ട് ചെയ്ത് കൊണ്ട് സിനിമയിൽ അഭിനയിക്കുക ചെയ്തത്. കാരണം ശോഭനയെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ല. കാരണം വളരെ ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് അവിടെ ഡാൻസ് ക്ലാസ്സും എല്ലാം ഒരു കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചൊരു ആളാണ് ശോഭന. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ല, ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇത്ര ഒരാൾ പെട്ടെന്ന് ഇത്രയും ദിവസം ഈ ഒരു വലിയ സിനിമയിൽ വരികയും അതിൽ 2 തരത്തിൽ ഷൂട്ട് ചെയ്യണം. ഒന്ന് മഴയുള്ള കാലം ഷൂട്ട് ചെയ്യണം, മഴയില്ലാതെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പാടാം, നമുക്ക് അങ്ങനെ പറഞ്ഞു. ഇല്ല ചേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, ചേട്ടൻ നല്ല അടുപ്പമല്ലേ, ചേട്ടനൊന്ന് ചോദിച്ചു നോക്ക്. എന്നോട് അടുപ്പമുണ്ട്, ചിപ്പിയോട് അടുപ്പമുണ്ട്, വളരെ അടുപ്പമുള്ള. അപ്പോൾ ചേട്ടൻ അങ്ങനെ ചോദിച്ചു നോക്ക്. അപ്പം തന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫോൺ ചെയ്തപ്പം എന്നെ രഞ്ജിത്ത് ജി എന്നേ വിളിക്കുള്ളൂ. അപ്പോൾ ജി എന്താണ് എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ മോഹൻലാലിൻ്റെ സിനിമയിൽ എന്നാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത മാസം. അയ്യോ, കാരണം ഇത് ഇപ്പോഴൊന്നും തീരുമാനിച്ച പടമാണ്. ഞാൻ പറഞ്ഞു ഉടനെ ഇപ്പോൾ തീരുമാനിച്ചിട്ടേ ഉള്ളൂ, ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം പറഞ്ഞിട്ട് കുറേ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ ക്ലാസ്, എൻ്റെ പ്രോഗ്രാംസ്, എൻ്റെ ഇന്ന ദിവസങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഈ കഥാപാത്രവും ഈ കഥയും കേൾക്കുമ്പോഴല്ലേ. ചിലപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് കഥ കേൾക്കുമ്പോൾ കൊള്ളില്ല, ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ കഥയൊന്ന് കേട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുണിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തരുൺ വിളിക്കും, ഈ നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊടുത്തു. പക്ഷെ നേരെ തിരിച്ച് സംഭവം വെച്ചാൽ രാവിലെ തരുൺ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ശോഭന തരുണിനെ വിളിച്ചു. നമ്മുടെ മറ്റുള്ളവരെ പോലല്ലോ, ഇത് രാവിലെ ഏറ്റവും ഏർലി മോർണിംഗ് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമാതയുള്ള ഒരാളാണ് ശോഭന. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വിളിച്ചപ്പം തരുൺ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ഈ കോളടിക്കാൻ നോക്കുമ്പോൾ ശോഭന എന്നാ. അപ്പം തന്നെ നോക്കിയപ്പോൾ എന്താ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വീഡിയോ കോളുവാ. ആ വീഡിയോ കോളിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷർട്ട് എടുത്തിട്ട് തരുൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ അയാൾ ആദ്യമേ പതറി കഥ പറയാൻ പോകുന്ന, അങ്ങനെ കഥ പറയുകയും ആ കഥ ശോഭനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര രസമുണ്ട് കഥ, ഈ പടം ഉറപ്പാ ഓടും, പക്ഷെ ഞാനിത് എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് ഏതൊക്കെ ദിവസം ഉണ്ടെന്നുള്ള പറയാം, ഇല്ലാത്ത ദിവസങ്ങളും പറയാം. ഇത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാനേജ് ചെയ്യാവുന്നതൊക്കെ അത് വെച്ചിട്ട് ഇവിടുത്തെ ബിനു പപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാം. ആ ചാർട്ട് അനുസരിച്ച് അപ്പോൾ പറഞ്ഞു ഒരുപാട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും, വെറുതെ ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വരും. ഇതെല്ലാം ആലോചിക്കുന്ന ആളാണ് കേട്ടോ, അങ്ങനെ പറയുന്ന ആളാണ്. അതുകൊണ്ട് നഷ്ടം വരും, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകണമെങ്കിൽ പ്രോഗ്രാമിന് പോകണ്ടേ, നിങ്ങളെല്ലാം അത് കഷ്ടപ്പെടില്ലേ. ഞാൻ പറഞ്ഞു അതില്ലാത്ത ദിവസങ്ങൾ പറ്റുമെന്ന് നോക്കി ചാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാർട്ട് ചെയ്താണ് സിനിമയിൽ അഭിനയിച്ചത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എല്ലാം അത് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണല്ലോ. അങ്ങനെ ഒരാളാണ്. അങ്ങനെ നമുക്ക് സിനിമയിലൊക്കെ ഒരുപാട് പേര് ഒരു ഞാൻ പറയുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയിലൊക്കെ ഒരു പാഠമാക്കേണ്ടവരാണ് ഇവരൊക്കെ. അത്ര ഡെഡിക്കേഷനും അത്ര കൃത്യതയുള്ളവരാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.